പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടാമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. കർത്താവ് പറഞ്ഞു, അത് കെട്ടപ്പെട്ടതായിട്ട് ആ സ്ഥലത്തിങ്ങനെ ആയിരിക്കുകയാണ്. അതെ, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലെ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില കഴുതക്കുട്ടികളുണ്ട്. ദൈവജനമേ, കർത്താവ് ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ പറയുകയാണ്. കർത്താവൻ അതിൻ്റെ മുകളിൽ യാത്ര ചെയ്യേണ്ടതുള്ളതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുത എനിക്ക് ആവശ്യമുണ്ട്, അതിനെ പോയി ഞാൻ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതിനെ അഴിക്കുന്ന എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവ് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ. അപ്പോൾ ചിലരെ കർത്താവോട് അയക്കുകയാണ്. അപ്പോൾ ദൈവം ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യാത്ര ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അതുകൊണ്ടാണ് ഈ കഴുതക്കുട്ടിയെ യാത്ര ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിച്ച് അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കെട്ടപ്പെട്ട കഴുതയാണോ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ, നിങ്ങളുടെ സഭയിൽ ഡമനഘടകലാതി കെട്ടപ്പെട്ട കിടക്കുന്ന ഒരു വ്യക്തി ജീവിതമാണോ നീ? ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് ജാതികൾ പറയുന്നു, ദേശക്കാർ പറയുന്നു, പട്ടണക്കാർ പറയുന്നു, ചുറ്റുപാടുകാർ പറയുന്നു. എന്നാൽ നീ നിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യണമെന്നുണ്ടെന്ന് കർത്താവ് ഒരു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രികാലം നീ അഴിയപ്പെട്ടവളായിട്ട് കെട്ടിൽ നിന്ന് പുറത്തു വരുവാൻ പോവുകയാണ്. അടമനകടകൽ പ്രബടലാതി കക്ഷക്കടകല സന്തൽ കടകലാതി. കർത്താവ് പരസ്യമായിട്ടാണ് പറഞ്ഞത് കെട്ടപ്പെട്ട കഴിയൊന്ന് അഴിച്ചുകൊണ്ട് വരാൻ. കെട്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ പരസ്യമാക്കി ദൈവം അഴിച്ചുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഹൃദയമായിട്ടാണോ ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ താങ്കളായിരിക്കുന്നത്? താങ്കളെ കർത്താവിന് ആവശ്യമുണ്ട്. ദൈവജനമേ, താങ്കൾ കെട്ട് കിടക്കുന്നിടത്തൊന്നും അഴിയപ്പെടുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിന് താല്പര്യമുണ്ടെങ്കിൽ നാളുകളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവാത്മ ബുദ്ധി പറയുകയാണ്. ഇടമനകടകലാതി അഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ജനം ജയഘോഷം മുഴക്കാൻ തുടങ്ങി. കർത്താവ് അതിൻ്റെ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ ആ കെട്ടപ്പെട്ട കഴുത മാനിക്കപ്പെട്ടതുപോലെ അടമനകടകലാതി നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നീ ആയിരിക്കുന്ന അടമന മേഖലകളിലെ നീ ആയിരിക്കുന്നത് അടമനകടകലാതി കക്ഷക്കടകല സന്തൽ കടകലാതി ഇടത്ത് നിന്നെ മാനിക്കുവാൻ സർവശക്തനായ ദൈവം ആലോചന പറയുന്നു. നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. നീ പുറത്തു വരും, നീ നന്നാവും, നീ അനുഗ്രഹിക്കപ്പെടും.